ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 മെത്തേഡ് ഞാൻ 4ആയിട്ട് അതിനെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അതായത് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരാളുടെ കണ്ടൻറ്റ് നമ്മൾ ഇപ്പം എന്തായാലും ഇപ്പം മോഷ്ടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. പിന്നെ ഏതൊക്കെ കണ്ടൻറ്റാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്, അതായത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടൻറ്റ്സ്. പിന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEO, നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാം എന്നുള്ളതാണ്. പിന്നെ 4മതായിട്ടുള്ളത് യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് വഴി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു യൂട്യൂബ് ചാനലിൽ നമുക്കത് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇതൊന്നും ഒരു യൂട്യൂബേഴ്സും നമുക്ക് എന്ത് ചെയ്യില്ല, പറഞ്ഞു തരത്തില്ല. എല്ലാവരും അത് ഹിഡൻ ആയിട്ട് വയ്ക്കും, കാരണം ബാക്കിയുള്ളവർ സക്സസ് ആവോ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഡിഫറൻ്റ് ആയിട്ട് എല്ലാവരെയും ഒരു സക്സസ് ആക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഫേക്കായിട്ട് നമ്മൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല, ജെന്യുവിൻ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി വരുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ അഫിലിയേഷൻ, പിന്നെ ആമസോൺ KDP എന്നൊക്കെ പറയുന്ന ഓരോരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ക്യാഷ് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ള മെത്തേഡ്സാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോയുടെ നമുക്ക് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് എഫക്റ്റിൻ്റെ. അപ്പം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കമൻറ്റിൻ്റെ ചാനലിൻ്റെ പേര് അങ്ങോട്ട് മാറി. അപ്പം അതേപോലെ ഒരു സൗണ്ട് എഫക്റ്റ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. റിജു എങ്ങോട്ടാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പം ഞാൻ അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഒരു പുള്ളിയെങ്കിലും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്മനസ് കാണിച്ചല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇപ്പോൾ എൻ്റെ വീഡിയോ, ഇത് എൻ്റെ ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ ഇവിടെ അനാലിറ്റിക്സിൻ്റെ ഇവിടെ ഞാൻ കണ്ടൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റെസ്ട്രിക്ഷൻസ്, ഇപ്പം കണ്ടൻറ്റ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും റെസ്ട്രിക്ഷൻസിൽ നോക്കുമ്പോൾ നൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, അതായത് നമ്മുടെ ഒന്നുമില്ല എന്നാണ് അവർ കാണിക്കുന്നത്. അതായത് നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ടൊന്നുമില്ല. കാരണം ഞാനിത് ഒന്നും മോഷ്ടിക്കുന്നില്ല, ഞാൻ സ്വന്തമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കണ്ടൻറ്റിന് ഒരു കുഴപ്പമില്ല. ഇപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിലോട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ഇവിടെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്നേ നമുക്ക് ആ മ്യൂസിക്കിനുള്ള ലൈസൻസ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈസൻസ് വാങ്ങണം. പക്ഷേ മിക്ക നമ്മുടെ സോങ്ങുകൾക്കും നമുക്ക് ലൈസൻസ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതൊരു യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മോണിറ്റൈസേഷന് നമ്മളെ ഒഴിവാക്കി നിർത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ASMR ആനിമേഷൻ, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ആദ്യത്തെ ഒരു സെർച്ച് എഞ്ചിനിൽ ഇത് ഇപ്പോൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഭയങ്കര വ്യൂസാണ്. ഞാൻ ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് നോക്കിക്കഴിഞ്ഞാൽ 3 days 108K വ്യൂസ്. ഇത് സിമ്പിൾ എന്നല്ല, ഇത് ആനിമേഷനൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി പാടുണ്ട്. പക്ഷേ ഇതേപോലത്തെ ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ചിലപ്പോൾ നമ്മളത് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൺസ് ഓഫ് ക്യാഷ് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ റെയിൻബോ ASMR എന്ന് പറയുന്ന ഒരു ചാനലിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, എനിക്കിത് ഇഷ്ടമായി, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് തന്നെ നേരെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ നേരെ അപ്ലോഡ് ചെയ്യാൻ പോവാണ് യൂട്യൂബിലോട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമ്മൾ ഒരു മടിയില്ലാതെ ഒരു പണിയും ഇല്ലാതെ നേരെ എടുത്തിട്ട് നേരെ കോപ്പി ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ചിന്തിക്കും, നമ്മളായാലും ചിന്തിക്കും, നമ്മുടെ ഒരു വീഡിയോ ഒരാൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ ക്യാഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാണ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാരാണ്, നമ്മൾ പൊട്ടനാ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ക്യാമറ ഓണാക്കി വെച്ചതിന് ശേഷം സൈഡിലോട്ട് ഇങ്ങനെ ഒരു റൗണ്ട് സ്ക്രീൻ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണില്ലേ, അതേപോലെ നിങ്ങളൊരു സ്ക്രീനിൽ സെറ്റ് ചെയ്തതിന് ശേഷം
ഇരുന്നിട്ട് റിയാക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഫേസും എക്സ്പ്രഷനും കാര്യങ്ങളും വെറുതെ ഇരുന്ന് റിയാക്ട് ചെയ്താലും മതി. പിന്നെ വോയിസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വരും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒഴിവാക്കാൻ അത് മതി. ഓക്കെ, അപ്പോൾ അതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. വേറെ ഒരാളുടെ പ്രോപ്പർട്ടീനെ ഒരു മടിയും കൂടാതെ നമ്മൾ എടുക്കുന്നതിനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൽ. അടുത്ത നമുക്ക് ഏതൊക്കെ കണ്ടൻറ്റാണ് മോണിറ്റൈസേഷൻ എന്നാണ് നോക്കുന്നത്. മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൂവീസ് വരത്തില്ല, മ്യൂസിക് വരത്തില്ല. അതായത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഓക്കെ, അതായത് ഷോർട്ട് ഫിലിമോ അതങ്ങനത്തെ മൂവീസ്, നിങ്ങൾക്കിപ്പോൾ ഒരു മൂവി പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺ പ്രൊഡക്ട്സ് ഓക്കെ. വേറെ ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ആനിമേഷൻ കോപ്പി ചെയ്തിടുന്നതോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതോ അല്ലാത്തതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. ചില വീഡിയോസ് നമുക്ക്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിക്സബേ. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പിക്സബേ എന്ന് പറയുന്ന സൈറ്റ്, ഇതിനകത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൽ മോണിറ്റൈസേഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഉള്ള വീഡിയോസും ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അപ്പോൾ ഡിയറിൻ്റെ വീഡിയോസിൻ്റെ കോമ്പിലേഷൻ 4K അങ്ങനെ ചെയ്ത് ഒരു കണ്ടൻറ്റായിട്ട് ഇടാം. അങ്ങനെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് മോണിറ്റൈസേഷൻ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ കാറ്റഗറിയിലുണ്ട്. അതായത് ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി എടുത്ത് നേരെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അവർ തരത്തില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതിൻ്റെ അകത്ത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു സിമ്പിൾ യൂട്യൂബ് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൻ്റെ അവിടെ താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ടാഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഹാഷ് ടാഗ് അല്ല, ഡിസ്ക്രിപ്ഷനിലുള്ള ഹാഷ് ടാഗ് അല്ല, ടാഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അത് ഇപ്പം മൊബൈലിലാവണം എന്നാണ് തോന്നുന്നത്. ഇപ്പം എൻ്റെ ചാനൽ റാങ്കിങ്ങിൽ #50 എന്നാണ് കാണിക്കുന്നത്. പിന്നെ മിസ്റ്റർ ബിജോയ് മലയാളം എന്നുള്ള സെർച്ച് കീവേഡിൽ എൻ്റെത് #3, അതായത് ടോപ്പിലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് #1 ഒക്കെ വന്നതാണ്. പിന്നെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ റെഗുലറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു എന്താ പറയുക സമയം എനിക്ക് കിട്ടുന്നില്ല എന്നാണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ടൂളാണ് വേണ്ടത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നിങ്ങൾക്ക് 2 ടൂള് വേണം. 2 ടൂൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നേ നമുക്ക് ഒരെണ്ണം മതി. 2 ടൂൾസ് ഉണ്ട്, അതായത് വിഡൈക്യൂ എന്ന് പറയുന്നതുണ്ട്, ട്യൂബ് ബഡ്ഡി എന്ന് പറയുന്ന ഒരു 2 ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മളെ യൂട്യൂബിൻ്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എത്രത്തോളം ചെയ്യണം, കീവേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വിഡൈക്യൂ ആണ്. അപ്പോൾ വിഡൈക്യൂ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇങ്ങനെ നമ്മുടെ വിഡൈക്യൂ സ്കോർ, എനിക്ക് അവർ തന്നിരിക്കുന്ന സ്കോർ 100ൽ 48.9 മനസ്സിലായില്ലേ? അത്രയും എൻ്റെ വീഡിയോ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 100ൽ 100 വരിക എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പണിപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് വിഡൈക്യൂ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ പോയിട്ട് വിഡൈക്യൂ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. വിഡൈക്യൂ ഒന്ന് ടൈപ്പ് ചെയ്യാം. വിഡൈക്യൂ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഡൈക്യൂൻ്റെ സൈറ്റ് കാണും. ജസ്റ്റ് ഇതിലോട്ട് കയറുക, എന്നിട്ട് സൈൻ അപ്പ് വിത്ത് യുവർ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുക. അതായത് ഈ യൂട്യൂബുള്ള അക്കൗണ്ട് കൊടുക്കുക. അതിനകത്ത് ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു പ്ലാറ്റ്ഫോം വരും, നമ്മുടെ ആഡ് യൂട്യൂബ് ചാനൽ എന്നുള്ളത്. അതിൽ നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ അവരൊക്കെ ചോദിക്കും. നമ്മുടെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ അലോ ചോദിക്കും. അപ്പോൾ അലോ കൊടുക്കുക. അപ്പം നമ്മുടെ നേരെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ മൊബൈലിലൊക്കെ ഇതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, ഇതുപോലത്തെ ഒരു പസിൽ ബട്ടൺ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ എക്സ്റ്റൻഷൻസ് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മുടെ ട്യൂബ് ബട്ടീനെ ഇവിടെ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര മണിക്കൂർ വാച്ച് അവറായി, എത്ര പേര് ഒരു മണിക്കൂറിൽ കാണുന്നുണ്ട്, ടോട്ടൽ എൻ്റെ 48 മണിക്കൂറിനകത്തുള്ള വ്യൂസ് എത്രയാണ് എന്നുള്ളതെല്ലാം കാണാനായിട്ട് പറ്റും. അതൊന്നാമത്തെ കാര്യം. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ഇവർ ഇപ്പോൾ ഗെറ്റ് AI ടൈറ്റിൽ റെക്കമെൻഡേഷൻ നമ്മളൊരു വാക്കടിക്കുകയാണ്. അതായത് എന്താ പറയുക, ഹൗ ടു ഒപ്റ്റിമൈസ് യൂട്യൂബ് വീഡിയോസ് എന്ന് ഞാനിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ അടിച്ചതിന് ശേഷം എന്നിട്ട് ഗെറ്റ് AI ടൈറ്റിൽ റെക്കമെൻഡേഷൻ എന്നുള്ളതിൽ കൊടുക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, നമുക്ക് വേണ്ട ഒരു കീവേഡ്, അതായത് ആൾക്കാർക്ക് എങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള കീവേഡ്, പിന്നെ ഇത് അവർ നമുക്ക് തരും. അപ്പം ഏറ്റവും കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്.
അതായത് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഗെറ്റ് 8 റെക്കമെൻഡേഷൻ ഒന്ന് കൊടുത്തു നോക്കിയാലോ, കറങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ മലയാളം. അതുകൊണ്ട് അതിനെ അവരെന്ത് ചെയ്ത് ഇംഗ്ലീഷിലോട്ടാക്കി. തന്നെ സീക്രട്ട് മെത്തേഡ്, ഹൗ ടു ടേൺ യൂട്യൂബ് വീഡിയോസ് ഇൻ ടു ക്യാഷ്. ഓക്കെ, യു വുഡൻ ബിലീവ് ഹൗ ഈസി ഈസ് ടു ഏൺ മണി ഓൺ യൂട്യൂബ്. ഓക്കെ, ഇങ്ങനെ ആക്കി. ഇത് ഇംഗ്ലീഷിലൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് വരും. നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ടാഗിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആൾക്കാർക്ക് ഇതെന്തുവാണോ അതോ ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തൊക്കെ അടിച്ചു വെച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ആൾക്കാർക്ക് എന്ത് വേണമെന്നുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെ ആൾക്കാർ ഇപ്പം ഹൗ ടു ഏൺ മണി വിത്തൗട്ട് ഹാർഡ് വർക്ക് എന്നോ അങ്ങനെ ആൾക്കാർക്ക് അവരെന്ത് കാണും, എന്ത് സെർച്ച് ചെയ്യും, അതായത് യൂട്യൂബ് സെർച്ച് ബട്ടണിൽ വന്നിട്ട് അവരെന്ത് സെർച്ച് ചെയ്യും എന്നുള്ളത് ഒരു ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒന്ന് ടൈപ്പ് ചെയ്ത് ഈ ടാഗിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൈസേഷനിൽ ട്യൂബ് ബഡ്ഡിയും സെയിം തന്നെയാണ്. നിങ്ങൾ ഇതേ പ്രൊസീജിയർ തന്നെ ട്യൂബ് ബഡ്ഡിക്കും ഉണ്ട്. ട്യൂബ് ബഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക, യൂട്യൂബിൻ്റെ ട്യൂബ്, എന്നിട്ട് ബഡ്ഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ബഡ്ഡി BUDDY. അപ്പം നമ്മുടെ സ്പോൺസേർഡിലും വരുന്നുണ്ട്, അല്ലാതെയും ട്യൂബ് ബഡ്ഡി #1 എക്സ്റ്റൻഷൻ ഫോർ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്. ഇത് ഉള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് വിഡൈക്കുമാണ്. നിങ്ങൾ എപ്പോഴും വിഡൈക്ക് യൂസ് ചെയ്യുക. ഇത് കൊള്ളാം. പിന്നെ ഇതിനകത്ത് രണ്ടിനും പെയ്ഡ് വെർഷനും ഉണ്ട്, ഫ്രീ വെർഷനും ഉണ്ട്. ഞാൻ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം നമ്മുടെ വരുമാനം നമുക്ക് വന്ന് തുടങ്ങിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് അൺലോക്ക് ആവും. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഒപ്റ്റിമൈസേഷൻ സ്ട്രെങ്ത് കൂടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒപ്റ്റിമൈസ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിലായിട്ട് വരിക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, മൊബൈലാണെങ്കിലും. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോവുക. ഓക്കെ, ഇവിടുത്തെ ഒരു സെറ്റിങ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇപ്പം ഇത് കറൻസി ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റെസിഡൻസി ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കീവേഡ്സ് ഒന്നുണ്ടാവും, അതായത് ആൾക്കാർക്ക് വേണ്ട കീവേഡ്സ്, അതായത് ആൾക്കാർ എങ്ങനെ സെർച്ച് ചെയ്യും. ഞാനിപ്പോൾ കുറേ കീവേഡ്സ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, സേവ് കൊടുത്തിടുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ മേക്ക് മണി മലയാളം എന്ന് അടിക്കുമ്പോൾ എൻ്റെ ചാനലിൻ്റെ റെക്കമെൻഡേഷൻ കാണിക്കും. അതായത് എൻ്റെ കുറച്ച് 5-6 വീഡിയോസൊക്കെ കാണിക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ കയറാം. ഇപ്പോൾ മിസ്റ്റർ ബിജോയ് മലയാളം എന്ന് അടിച്ചാൽ എൻ്റെത് വരും. മലയാളം മണി മേക്കിംഗ് മെത്തേഡ്സ് അടിച്ചു കഴിഞ്ഞാൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആവുകയാണ്. നമ്മുടെ ചാനൽ ഒരു മണി ചാനലാണ്, അതായത് ഞാൻ എന്ത് വീഡിയോ ആണ് ഇടുന്നത് എന്ന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. ഓക്കെ, ലാസ്റ്റ് ഞാൻ വൈകിപ്പിക്കുന്നില്ല. നമ്മുടെ യൂട്യൂബ് അനാലിറ്റിക്സ്, അതിൽ നിന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബറും കാണിക്കുന്നുണ്ട്, 58 സബ്സ്ക്രൈബർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടോട്ടൽ വ്യൂസ് 48 മണിക്കൂറിനകത്ത് 384 383 ഓക്കെ, ഇതിനകത്ത് ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും മുകളിൽ വരിക. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വ്യൂ. അപ്പം എനിക്കിത് 580 വ്യൂസ് കിട്ടി. റെസെൻ്റ് അപ്ലോഡിലുണ്ട്. 2 മിനിറ്റ് ആൾക്കാർ കണ്ടു. പിന്നെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എത്രത്തോളം ഹൈ ആകുന്നു അത്രത്തോളം ആ വീഡിയോ വൈറലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെത് 4.2 ഉള്ളൂ. അതുകൊണ്ട് വലിയ വൈറലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വീഡിയോസ് വൈറലാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കമൻറ്റ്സ് വരിക, കൂടുതൽ ലൈക്ക് കിട്ടുക. ഓക്കെ, അതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞും കൊണ്ട് കിടന്ന് ഇങ്ങനെ അലർന്നത്. അതായത് ലൈക്ക് ചെയ്യുന്നതോറും യൂട്യൂബിൻ്റെ അൽഗോരിതം വിചാരിക്കുകയാണ് ഇത് നല്ലൊരു വീഡിയോ ആണ്, അതുകൊണ്ടല്ലേ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, യൂട്യൂബ് എല്ലാവരുടെയും ഹോം ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ ഹോം ഫീഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അതാണ്ടേ ഇന്നലെ ആയിരുന്നു എൻ്റെ കല്യാണം. ഇതേപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാർത്തിക് സൂര്യ ബ്രോയിനെ. അപ്പോൾ വന്നത് കണ്ടോ, ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കാരണം എല്ലാവരുടെയും മുമ്പിലോട്ട് അതെന്ത് ചെയ്യും, എത്തിക്കും. നമ്മുടെ ആഷ്കർ വ്ളോഗറിൻ്റെതുണ്ട്, പിന്നെ വിഡൈക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
നമ്മുടെ ഒരു ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മുടെ ഇന്നായിരുന്നു എൻ്റെ കല്യാണം. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്, പരസ്യം വരല്ലേ. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഈ വീഡിയോ വന്നിട്ടുണ്ട്, നമ്മുടെ കാർത്തിക് സൂര്യ ബ്രോയിൻ്റെത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 232K ലൈക്കാണ് വരുന്നത്, 25,393 കമൻസും. അപ്പോൾ എന്താണ്, വൈറലാവത്തില്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു വീഡിയോ പെട്ടെന്ന് ട്രെൻഡിങ് ആവുന്നതും പിന്നെ ട്രെൻഡ് ആവാതെ കിടക്കുന്നതും. അപ്പോൾ നമ്മുടെ വിഡോയ്ക്കിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്താൽ അവരെങ്ങനെയാണെന്നുള്ളത് ഇതിൽ കാണിക്കും. അതായത് അവരുടെ ഒപ്റ്റിമൈസേഷൻ സ്ട്രെങ്ത് 100-ൽ എൻ്റെ വീഡിയോയ്ക്ക് 46, ബ്രോയുടെ വീഡിയോയിൽ 86 ഒപ്റ്റിമൈസേഷൻ സ്ട്രെങ്ത് അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പണി അറിയാവുന്നുള്ള പണിക്കാരൻ. കാർത്തിക് സൂര്യ #7 കാണിക്കുന്നത്. പിന്നെ മലയാളം ബ്ലോഗ് #46, അതായത് ടാഗിങ്ങിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ടോപ്പിക്ക് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ലേ. ഇത് നമ്മൾ ജസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ഇങ്ങനെ ലൈക്കും കമൻറ്റും അനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാവുന്നത്. പിന്നെ അനലിറ്റിക്സിൽ അടുത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അനലിറ്റിക്സിൽ പോയതിന് ശേഷം സീമോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സീമോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ട്രാഫിക് സോഴ്സ് അറിയാനായിട്ട് പറ്റും. ട്രാഫിക് സോഴ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ബ്രൗസ് ചെയ്ത് വന്നത് സജസ്റ്റഡ് വീഡിയോ, ചാനൽ പേജസ്, യൂട്യൂബ് സെർച്ച്, അതർ യൂട്യൂബ് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ബ്രൗസ് ഫീച്ചേഴ്സിൽ 978 പേര് കണ്ടു, സജസ്റ്റഡിൽ 251, ചാനൽ പേജ്, സെർച്ചിൽ വന്നത് യൂട്യൂബിൻ്റെ അകത്ത് കയറി സെർച്ച് ചെയ്ത് 59 പേരേ കിട്ടു. മനസ്സിലായില്ലേ? അതാണ് സജഷൻ കിട്ടിയിട്ട് 250. പിന്നെ ബ്രൗസ് ഫീച്ചേഴ്സ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് വരുമ്പോൾ എൻ്റെത് കണ്ടു, അങ്ങനെ കയറിയതാണ്. വീഡിയോയുടെ ലെന്തും കൂടുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് ജോഗ്രഫി എടുക്കാം. ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, ഇന്ത്യക്കകത്ത് തന്നെ നമുക്ക് കേരള. ഓക്കെ, കേരളത്തിനകത്ത് നമുക്ക് ഏതെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത് നമുക്ക് സിറ്റീസിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. ഓക്കെ, കൊച്ചിക്കകത്തുനിന്ന് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് കൊച്ചിയാണ്. അപ്പം കൊച്ചിയിലെ എല്ലാവർക്കും ഈ ആരെങ്കിലും ഈ വീഡിയോ കൊച്ചിയിലുള്ള ആരെങ്കിലും കാണണമെങ്കിൽ താങ്ക്സ്. അപ്പോൾ കൊച്ചിക്കാർ ഒരു പ്രത്യേക സ്ഥാനം വെറുതെ. അപ്പോൾ ഓക്കെ, നമുക്ക് ജോഗ്രഫിയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, അവിടെ നിന്ന് 21 വ്യൂസ്. എനിക്കറിയാം, അവിടെ വർക്ക് ചെയ്യുന്ന പ്രവാസിയാണ്, അല്ലാതെ അറബി നമ്മുടെ വീഡിയോ കാണില്ലല്ലോ. ഓക്കെ, അവിടെ ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കും ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാണ് വീടിനും നാടിനും കുടുംബത്തിനും വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ ഒരു നിലയിൽ എത്തിച്ചേരും. നിങ്ങളുടെ അധ്വാനങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, നമ്മൾ അനലിറ്റിക്സ് വഴി നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഉപയോഗങ്ങൾ. അതായത് എവിടെ നിന്ന് ആൾക്കാർ വരുന്നു, അവർക്ക് എന്താണ് വേണ്ടത്, ബ്രൗസ് ഫീച്ചേഴ്സിലാണോ വന്നത്, സെർച്ചിലാണോ വന്നത്, സജഷനിലാണോ വന്നത്. അപ്പോൾ സജഷനിൽ വരണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, ഇതൊക്കെയാണ്. ഇപ്പോൾ ഈ 4 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഒരു യൂട്യൂബ് വീഡിയോ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കൂ. യൂട്യൂബ് ചാനൽ നമ്മൾ ഇടുന്നതിന് മുമ്പ്, കാരണം എനിക്കൊരു ചാനലുണ്ടായിരുന്നു, അത് ബാനായി. മനസ്സിലായില്ലേ? ഞാൻ ഈ കാര്യങ്ങളൊന്നും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഈ വിഡൈക്കിൻ്റെ കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ SEOയുടെ കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ല. ഏതൊക്കെ കണ്ടൻറ്റാണ് മോണിറ്റൈസേഷൻ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പറഞ്ഞു തന്നിട്ടില്ല. യൂട്യൂബിൻ്റെ അനലിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ഇത് ഞാൻ ഓരോ ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല. ഞാൻ ഓരോന്നായിട്ട് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിൽ ആരും നമ്മൾ പറയാത്തതുണ്ട്. യൂട്യൂബിൽ ചില ആൾക്കാർ ജെന്യുവനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് അവർ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നതാണ്. അപ്പം വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടുന്നുണ്ട്. അപ്പം ഇതുവരെ ക്ഷമിച്ച് ഇരുന്ന് കണ്ട എല്ലാവർക്കും ഒരു ശുഭദിനം. ബൈ.